എനിക്ക് വിശക്കുന്നു. ഞാൻ ഒളിപ്പിച്ച് വെച്ച മുറുക്കെടുക്കട്ടെ. വൃത്തികേടാക്കി ഇടുന്ന കാര്യമല്ല, വൃത്തിയാക്കി ഇടുന്ന കാര്യം. ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ ഗെയിമും കളിച്ചോണ്ടിരുന്ന ഇവിടെ എന്താ നടക്കുന്നതെന്ന് വല്ലതും നിങ്ങൾക്ക് അറിയാവോ? ചാച്ചാ ചാച്ചാ എന്താ ചെറുക്ക, നിനക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വല്ലതും അറിയാവോ? എന്റെ കൊളീഗില്ല, ഞാൻ രമനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? നേപ്പാളിലുള്ള നേപ്പാളി പുള്ളിക്കാരത്തെയും പുള്ളിക്കാരുടെ ഹസ്ബൻഡും ഞാൻ ഒരു ദിവസം ഫ്രീ ആയപ്പോഴപ്പോ ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വരുന്നുണ്ട്. ആ ഈ വീടാണെങ്കിൽ മൊത്തം അലമ്പ. അയ്യോ എന്ത് ചെയ്യാൻ, അവര് വൈകിട്ട് ഒരു 5:30 ആകുമ്പോ എത്തും. ഇപ്പൊ ആണെങ്കിൽ സമയം 1 മണി 1:30 ആയി. ചിക്കൻ ഉണ്ട്. അതെ, എന്തുണ്ടാക്കാനാ പ്ലാൻ? നമുക്ക് പെരി പെരി ചിക്കൻ ആൻഡ് റൈസ് ഉണ്ടാക്കാം. നമ്മൾ നന്നാവണം, ഇനി തൊട്ട് നമ്മൾ നന്നാവണം കേട്ടോ. ഈ വീട് എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് ഇടണം. പറ്റുമോ? ഈ വീട് എപ്പോഴും വൃത്തിയായിട്ടാ പറയാ. അത് ഞാൻ ഏറ്റു. വൃത്തികേടാക്കി ഇടുന്ന കാര്യമല്ല, വൃത്തിയാക്കി ഇടുന്ന കാര്യം. വൃത്തിയാക്കി ഇടുന്നു. ഓക്കെ, അതും ഞാൻ ഏറ്റു. ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ആയിട്ടെന്ന് കാണിച്ചു തരാം. അതെന്റെ കത്തിയാ. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെരിപ്പരി ആകുമ്പോൾ അത് ചുവന്നിരിക്കണമല്ലോ. ഇവിടെ നമ്മളെല്ലാം ചുമന്ന സാധനങ്ങളാണ് എടുക്കുന്നത്. ചുവന്ന ബെൽ പെപ്പർ, ചവല. ഇതാരാ? ഷാൻജിയാണോ? No. ഓ, ഷാൻജി ഒന്നും ഇപ്പൊ വേണ്ട. അങ്ങനല്ല, ഞാൻ റാൻഡം വീഡിയോ ഇൻസ്റ്റാ കണ്ടത് ഞാൻ സേവ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് അവര് ഫ്രൈ ചെയ്യുവാണ് ചിക്കൻ ചെയ്യുന്നത്. വെജിറ്റബിൾസ് ആണെങ്കിൽ വഴറ്റിയിട്ടാണ് അരയ്ക്കണത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രിൽ വെജിറ്റബിൾസ്, ഗ്രിൽഡ് ചിക്കൻ. അതായത് മാരിനേഷനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിരിക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് വേണ്ടത് റെഡ് ക്യാപ്സിക്കം, ടൊമാറ്റോ, ഗാർലിക് ചൂട് വേണം കേട്ടോ. ക്ലീൻ ആക്കി ഇതിരിപ്പുണ്ട്. തൈസ് പോർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവന്റെ തൊട കണ്ടില്ലേ? അപ്പൊ നമുക്ക് മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിൽ ഇട്ടിട്ട് നമ്മുടെ അവനിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെക്കും. എന്നിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കും. എനിക്ക് വിശക്കുന്നു. ഞാൻ ഒളിപ്പിച്ച് വെച്ച മുറുക്കെടുക്കട്ടെ. നിങ്ങൾ സ്നാക്സ് ഇരിക്കുന്ന സ്ഥലം സാധാരണ ഇവിടെയാണ്. എനിക്ക് തക്കാളി മുറുക്ക് ഇഷ്ടമാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഒരെണ്ണം പോലും കഴിച്ചില്ല. അതിന് മുന്നേ ഇവിടെയുള്ള ബാക്കിയുള്ളവർ ഇത് തിന്ന് തീർക്കാറാക്കി. ആരാ? നീ ആയിരിക്കും. തന്നെ താഴെ നമ്മൾ അരച്ചെടുക്കാൻ പോവാം. എന്താ ചെയ്യണം? നമ്മള് മല്ലിയില, കുറച്ച് മല്ലിയില വല്ലതും ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ മാരിനേഷൻ. ഇപ്പൊ യു കെ അത്യാവശ്യം നല്ല ഒരു ചൂടുള്ള സമയമാണ്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ തണുത്തൊരു കോൾഡ് ഡ്രിങ്കും കൂടെ അവർ വരുമ്പോൾ കൊടുക്കണമെന്ന് നമുക്കുണ്ടായിരുന്നു. പഴയ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയുടെ അങ്ങേ മുകളിലുള്ള ഒരു വെറൈറ്റി കിട്ടും. അതൊന്നും കഴിച്ചില്ല. അപ്പൊ കളർ കണ്ട് അതിൽ ജഗജഗുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്കിത് റൈസിന് വേണം. അതിനുള്ളത് വെച്ചിട്ട് വേണം ബാക്കി മാരിനേറ്റ് ചെയ്യാൻ. എത്ര ചെയ്യണോ? ഒരു 3 അപ്പൊ 1:1.5 എന്ന കണക്കിൽ ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാം.
3 എത്രയാ അപ്പം? 3 എത്രയാ? കണക്ക് പോയി. ഇപ്പൊ എത്ര എഴുത്തെന്ന് ഓർമ്മയുണ്ടോ? 1, 2, ഇത് മൂന്നാമത്തെ. 3, 4, 4 പറയാ. അതാ 5-ആണോ? ഞാൻ ചോദിച്ചോട്ടെ. 4 5 എത്രയായി? 5 അല്ലേ? 5. 1-ന് 1.5 വെച്ചിട്ടാണെങ്കിൽ നീ 3-ന് എത്രയാ? ഞാൻ പറയാം. എനിക്ക് ക്യാമറ പറയാൻ ഞാൻ കാര്യം ചോദിച്ചാ എന്ത് കണക്കായിരുന്നു? 1-1.5. നമ്മള് 3 ഗ്ലാസ് ഇട്ടു. അപ്പൊ 3 ഓൾറെഡി 3 ഗ്ലാസ് കൂടി ഇടണല്ലോ. 5 കിട്ടില്ലേ? അതാ 3-ന് എത്രയാ വേണ്ടത്? 4.5. ശരിയാ. സാരല്ല, വെള്ളം നല്ലോണം തിളച്ച് നമുക്ക് പൊന്നുവിനെ കണക്ക് പഠിപ്പിച്ച അധ്യാപികത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, അന്നത്തേലും വ്യത്യസ്തമായി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പഴയ അവസ്ഥയിൽ തന്നെയാണ്. ശങ്കരൻ കൺഫ്യൂഷൻ ആയിട്ട് എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ ചെയ്തോളില്ല. തന്നെ ഇത്ര കാലം ചെയ്തപ്പോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് കുളമായാൽ അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കും. ഞാനെന്ത് ചെയ്തു? ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിയത്തില്ല. അത് നീ അല്ല, ഞാൻ ഇവിടെ എന്നെ പറയിക്കൊണ്ടിരുന്ന എന്നോടൊക്കെ തന്നെ ചോദ്യം ചോദിക്കാൻ പോയേ. എന്തായിരുന്നു? 1, 2, 3, 4 കഴിഞ്ഞപ്പോ ഞാൻ നിർത്തായിരിക്കും. കേട്ടോ നീ ഇതുണ്ടാക്കിയത്? ആണോ? ഞാൻ എവിടെയാ തെറ്റിച്ചത്? നീ എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞോണ്ടാ തെറ്റിയത്. പിന്നെ നിന്റെ വാക്കായിട്ട് ഞാൻ എപ്പോ ഉണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റാറില്ലേ? നമ്മുടെ 3 ഗ്ലാസ് അരി കഴുകിയത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. നിങ്ങള് ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉറപ്പായിട്ടും കഴിച്ചിട്ടുണ്ടാവും. ഡൽഹി പോയിട്ട് ഇത് കഴിക്കാത്തവരൊക്കെ എന്റെ വീട്ടിലുണ്ട്. എന്നിട്ടെന്താ, ആദ്യമായി ഉണ്ടാക്കി ആദ്യമായി കഴിച്ച് സക്സസ് ആയില്ലേ? ഓക്കെ ഗായ്സ്, നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോബെറി എല്ലാം പോയി. കുറച്ച് നേരം കൂടെ ഇത് സെറ്റ് ആവും. ഇപ്പോഴത്തെ സർബത്തും റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മുടെ റൈസ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കാണാൻ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. ഇച്ചിരി കുഴഞ്ഞിട്ടുണ്ട് ഉള്ളത് പറയാലോ. നമ്മുടെ വെള്ളം കണക്ക് തെറ്റിപ്പോയായിരുന്നല്ലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കുക്കിംഗ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊന്നുവിന് റെഡി ആവണം. അപ്പോൾ നമ്മൾ നമ്മുടെ അതിഥികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അതിഥികളായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം, പുതിയ അതിഥിയുമായിട്ട് കാണാം. ബൈ ബൈ.